ക്രിറ്റിസിസം ആൻഡ് തിയറി പേപ്പറിൽ എസ്ഐ ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. അപ്പോൾ എലൈൻ ഷോവോൾട്ടറിൻ്റെ ഫേസസ് ഇൻ ദി എവല്യൂഷൻ ഓഫ് ഫെമിനിസ്റ്റ് ക്രിറ്റിസിസം, അതായത് ഫെമിനിസ്റ്റ് ക്രിറ്റിസിസത്തിൻ്റെ ഒറിജിൻ എങ്ങനെയാണ്, അതിൻ്റെ ഡിഫറെൻറ്റ് സ്റ്റേജസ് എന്താണെന്നൊക്കെയാണ് ഈ ഒരു ആൻസറിനകത്ത് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ എലൈൻ ഷോവോൾട്ടർ അമേരിക്കൻ ഫെമിനിസ്റ്റ് ലിറ്റററി ക്രിട്ടിക്കാണ്. അവർ ഫെമിനിസ്റ്റ് ക്രിറ്റിസിസത്തിനെ ഹിസ്റ്റോറിക്കലി ഇവാലുവേറ്റ് അല്ലെങ്കിൽ ഹിസ്റ്റോറിക്കൽ എവല്യൂഷനെ പഠിച്ച ഒരു സ്ത്രീയാണ്, അല്ലെങ്കിൽ മാപ്പ് ചെയ്ത ഒരു റൈറ്ററാണ് എലൈൻ ഷോവോൾട്ടർ. അപ്പോൾ അവരുടെ എസ്സേക്കകത്ത് അവരുടെ എസ്സേയുടെ ടൈറ്റിൽ ഇതാണ്, ടുവേർഡ്സ് എ ഫെമിനിസ്റ്റ് പൊയറ്റിക്സ്. അത് 1979 അവർ പബ്ലിഷ് ചെയ്തത്. അതിനകത്ത് 2 മോഡൽസ് ഓഫ് ഫെമിനിസം പറയുന്നുണ്ട്. അതായത് ഫെമിനിസ്റ്റ് ക്രിട്ടീക്ക് എന്നും ഗൈനോ ക്രിറ്റിസിസം എന്നും പറയുന്നുണ്ട്. ഫെമിനിസ്റ്റ് ക്രിറ്റിസിസം അല്ലെങ്കിൽ ഫെമിനിസ്റ്റ് ക്രിട്ടീക്ക് എന്ന് വെച്ചാൽ വുമൺ ആസ് എ റീഡർ, അതാണ് ഫെമിനിസ്റ്റ് ക്രിട്ടീക്ക് എന്ന് പറയുന്നത്. ഗൈനോ ക്രിറ്റിക്സ് എന്ന് വെച്ചാൽ വുമൺ ആസ് എ റൈറ്റർ. അതായത് വുമൺ ആസ് എ റീഡർ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഫെമിനിസ്റ്റ് ക്രിട്ടീക്ക് അല്ലെങ്കിൽ ഫെമിനിസ്റ്റ് ക്രിറ്റിസിസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് സ്ത്രീകൾ ആണുങ്ങൾ പ്രൊഡ്യൂസ് ചെയ്ത മെയിൽ ടെക്സ്റ്റ് ഉണ്ടല്ലോ, അത് വായിക്കുന്നു, പാസീവായിട്ട് അതിനെയെല്ലാം അക്സെപ്റ്റ് ചെയ്ത് പോന്നു, യാതൊരു വിധത്തിലുള്ള ചോദ്യങ്ങളും ചോദിക്കാതെ. അതെന്താണെന്ന് വെച്ചാൽ അതങ്ങ് അക്സെപ്റ്റ് ചെയ്ത് പോവുകയാണ്. ആ സ്റ്റീരിയോട്ടിപ്പിക്കൽ ആയിട്ടുള്ള പ്രസൻറ്റേഷൻസ് എല്ലാം എന്താ പറയുക, സൈലൻ്റ് ആയിട്ട് അല്ലെങ്കിൽ പാസീവായിട്ട് അക്സെപ്റ്റ് ചെയ്ത് പോന്നു. അതാണ് ഫെമിനിസ്റ്റ് ക്രിട്ടീക്ക് എന്ന് പറയുന്നത്. അത് വുമൺ ആസ് എ റീഡർ എന്ന് നമുക്ക് ചുരുക്കത്തിൽ പറയാം. ആൻഡ് വാട്ട് ഇസ് ഗൈനോ ക്രിറ്റിസിസം? ഗൈനോ ക്രിറ്റിസിസം എന്ന് വെച്ചാൽ വുമൺ ആസ് എ റൈറ്റർ. സ്ത്രീകൾ സ്വന്തമായിട്ട് അവരുടെ വർക്ക്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നു, ഫെമിനിസ്റ്റ് അണ്ടർടോണിലുള്ള വർക്ക്സ് എഴുതുന്നു, അല്ലെങ്കിൽ ക്യാരക്ടേഴ്സിനെ ക്രിയേറ്റ് ചെയ്യുന്നു, പുതിയൊരു രീതിയിൽ ഒരു പുതിയ പോയിന്റ് ഓഫ് വ്യൂവിൽ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു. അത് വിച്ച് ഇസ് ഡിഫറെൻറ്റ് ഫ്രം ദി മെയിൽ റൈറ്റേഴ്സ്. അതാണ് വുമൺ ആസ് എ റൈറ്റർ എന്നിവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പാസീവായിട്ടല്ല, സ്ത്രീകൾ ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയാണ് ഒരു ഫീമെയിൽ ലിറ്ററേച്ചർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി. ഇനി 3 ഫേസസ് ഉണ്ടെന്ന് അവർ മനസ്സിലാക്കുകയാണ് വിമൻസ് റൈറ്റിങ്ങിൽ. ഫസ്റ്റ് ഫേസ് എന്ന് പറയുന്നത് ഫെമിനൈൻ, സെക്കൻഡ് വൺ ഇസ് ഫെമിനിസ്റ്റ്, മൂന്നാമത്തത് ഫീമെയിൽ. ഫെമിനൈൻ ഫേസ് എന്ന് വെച്ചാൽ 1840 തൊട്ട് 1888 വരെയുള്ള ഫേസാണ് ഫെമിനൈൻ ഫേസ്. അതായത് സ്ത്രീകൾ മെയിൽ റൈറ്റേഴ്സിനെ ഇമിറ്റേറ്റ് ചെയ്ത് പേട്രിയാർക്കൽ നോംസിന് കൺഫേം ചെയ്ത് അതിനകത്ത് ആ ചട്ടക്കൂടിനകത്ത് വെച്ച് എഴുതുന്ന റൈറ്റിങ്ങിനെയാണ് ഫെമിനൈൻ ഫേസ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ ജെയിൻ ഓസ്റ്റൻ, ജോർജ് ഇലിയറ്റ്, ഷാർലറ്റ് ബ്രോണ്ടെ, ഇവരൊക്കെ എന്ന് വെച്ചാൽ എന്താ പറയുക, ഈ ഒരു ഫെമിനൈൻ ഫേസിൽ എഴുതിയിരുന്നവരാണ്. ഓക്കെ. ഫെമിനിസ്റ്റ് ഫേസ് എന്ന് വെച്ചാൽ 1880 to 1920 ആണ്. സ്ത്രീകൾ മെയിൽ റൈറ്റിങ്സിനെതിരെ പ്രൊട്ടസ്റ്റ് ചെയ്ത് പൊളിറ്റിക്കലി, സോഷ്യലി, ലിറ്റററി ഈക്വാളിറ്റി ഡിമാൻഡ് ചെയ്യുന്ന ഒരു കാലഘട്ടമാണ് ഫെമിനിസ്റ്റ് ഫേസ്. എക്സാമ്പിൾ എന്ന് പറയുന്നത് അതിനകത്ത് ആ സമയത്തുണ്ടായിരുന്ന റൈറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ വിർജീനിയ വൂൾഫ്, എലിസബത്ത് ബാരറ്റ് ബ്രൗണിങ് ഒക്കെയാണ്. ലിറ്ററേച്ചർ അവർക്ക് സ്ത്രീകളുടെ റൈറ്റ്സ് ആൻഡ് ഫ്രീഡത്തിനെ കുറിച്ച് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി അവർ യൂസ് ചെയ്തു. പിന്നെ ഫീമെയിൽ ഫേസ് എന്ന് പറയുന്നതാണ് 1920 തൊട്ട് ഇപ്പോൾ വരെയുള്ള ആ ഒരു കാലഘട്ടത്തെയാണ് നമ്മൾ കണ്ടംപററി സ്റ്റേജിനെ ഫീമെയിൽ ഫേസ് എന്ന് പറയുന്നത്. സ്ത്രീകൾ ഫീമെയിൽ എക്സ്പീരിയൻസിനെ കുറിച്ച്, ഫീമെയിൽ ഐഡൻറ്റിറ്റിയെ കുറിച്ച് എക്സ്പ്ലോർ ചെയ്ത് എഴുതുന്നു, അവരുടെ പെർസ്പെക്റ്റീവിലല്ല, അത് ആണുങ്ങളുടെ പെർസ്പെക്റ്റീവിൽ അല്ല. അപ്പോൾ ഈ ഒരു പീരീഡിൽ നമ്മൾ കാണുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ എന്തൊക്കെ കാണാം, നമുക്കൊരു സെൽഫ് ഡിസ്കവറി ഫേസ് ആണിത്. ഓട്ടോണമസ് ആയിട്ട് അവർ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഫീമെയിൽ ഈസ്തറ്റിക്സ് ഒക്കെ വെച്ചിട്ട് സ്ത്രീകൾ തന്നെ അവരെ ഡിഫൈൻ ചെയ്ത് എഴുതുകയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എക്സ്പ്രസ് ചെയ്യുകയാണ് ചെയ്യുന്നത്, നോട്ട് ബൈ മെൻസ് സ്റ്റാൻഡേർഡ്സ്. എക്സാമ്പിൾ ടോണി മോറിസൺ, മാർഗരറ്റ് ആറ്റ്വുഡ് ഉണ്ട്, കമലാദാസ് ഉണ്ട്. അവരൊക്കെ സ്ത്രീകളുടെ ബോഡി, സെക്ഷുവാലിറ്റി, ലാംഗ്വേജിനെയൊക്കെ ഒതന്റിക്കലി പോർട്രേ ചെയ്ത ആളുകളാണ്. ഇനി ഷോവോൾട്ടർ എംഫസൈസ് ചെയ്യുന്ന ഗൈനോ ക്രിറ്റിസിസം എന്നുള്ള, ഗൈനോ ക്രിറ്റിസിസം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, വുമൺ ആസ് എ റൈറ്ററാണ്. അപ്പോൾ അത് വെച്ചിട്ട് സ്ത്രീകളുടെ റൈറ്റിങ്ങിനെ, എക്സ്പീരിയൻസിനെയൊക്കെ ഇവർ പഠിക്കാൻ ശ്രമിച്ചു. ഗൈനോ ക്രിറ്റിസിസം ഫോക്കസ് ചെയ്യുന്ന ഫീമെയിൽ സബ്ജക്റ്റിവിറ്റി, പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കുന്നു, ബോഡി, സെക്ഷുവാലിറ്റിയെ കുറിച്ച് സംസാരിക്കുന്നു, ലാംഗ്വേജിനെ കുറിച്ച്, സൈക്കോളജിയെ കുറിച്ച്. ഇതെങ്ങനെയാണ് സ്ത്രീകൾ റൈറ്റിങ്ങിലൂടെ എക്സ്പ്രസ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഗൈനോ ക്രിറ്റിസിസം ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ അത് പറയാൻ വേണ്ടി ഇവർ സൈക്കോളജിയുടെ ഹെൽപ്പും ആന്ത്രോപോളജിയുടെ ഹെൽപ്പും ഒക്കെ ഇവർ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഷോവോൾട്ടർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൽ ലിറ്റററി ക്രിറ്റിസിസം എന്ന് പറയുന്നത് ജെൻഡേർഡ് ആണ്. ഓഫ് കോഴ്സ് അത് ജെൻഡേർഡ് ആണ്, കാരണം ഇറ്റ് ഈസ് റിട്ടൺ ഫ്രം ദി പോയിന്റ് ഓഫ് വ്യൂ ഓഫ് എ മെയിൽ റൈറ്റർ. അതുകൊണ്ട് അത് ജെൻഡേർഡ് ആണ്. മെയിൽ എക്സ്പീരിയൻസിനെ കുറിച്ചായിരിക്കും അവർ എഴുതുന്നത്. അവർ ആ മെയിൽ എക്സ്പീരിയൻസ് വെച്ചിട്ട് ജനറലൈസ് ചെയ്തിട്ടായിരിക്കും അവർ എഴുതുന്നത്. സ്ത്രീകളെക്കുറിച്ചും അവർ ആ മെയിൽ പേഴ്സ്പെക്റ്റീവിൽ വെച്ചിട്ടായിരിക്കും, യൂണിവേഴ്സലൈസ് ചെയ്തിട്ടായിരിക്കും ആ ഇഷ്യൂസിനെ കുറിച്ച് അവർ പറയുന്നത്. അതായത് മൊത്തത്തിൽ ഹ്യൂമൻ ബീയിങ്സിൻ്റെ കാര്യം പറയുമ്പോൾ ആണുങ്ങൾ എഴുതുന്ന വർക്ക്സ് ആണെന്നുണ്ടെങ്കിൽ അവരുടെ കാര്യങ്ങളെ വെച്ചിട്ട് ഒരു യാർഡ് സ്റ്റിക്ക് ആയിട്ട് വെച്ചിട്ട് ആയിരിക്കും എല്ലാവർക്കും, അതായത് മെയിൽ പേഴ്സ്പെക്റ്റീവിലായിരിക്കും എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്ത് എഴുതുന്നത്. ഒരു ഫീമെയിൽ പെർസ്പെക്റ്റീവ് അവർ കൊടുക്കത്തില്ല. അപ്പോൾ ഫെമിനിസ്റ്റ് ക്രിറ്റിസിസം എന്ന് പറയുന്നത് ഈ ഫീമെയിൽ ലിറ്റററി സ്പേസ് ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്, ഈ പേട്രിയാർക്കൽ ഹിസ്റ്ററി നെഗ്ലക്റ്റ് ചെയ്യുന്നു. അപ്പോൾ അവർ എലൈൻ ഷോവോൾട്ടർ ബയോളജിക്കൽ, ലിംഗ്വിസ്റ്റിക്, സൈക്കോ അനലിറ്റിക്, കൾച്ചറൽ രീതിയിലൊക്കെയാണ് ഫീമെയിൽ ഐഡൻറ്റിറ്റി ലിറ്ററേച്ചർ ഉള്ളതിനെ പഠിച്ചത്. ഓക്കെ. ദെൻ
അവരുടെ ഫ്രെയിം വർക്കിനകത്ത് നമുക്ക് ഫെമിനിസ്റ്റ് ലിറ്റററി സ്റ്റഡീസിനെ കാണാൻ സാധിക്കും. ഫൊർഗോട്ടൺ വുമൺ റൈറ്റേഴ്സിനെ അവർ എക്സ്പ്ലോർ ചെയ്യാൻ ഒക്കെ നമ്മൾ ഈ ഒരു ഫേസിനകത്ത് കാണാൻ സാധിക്കുന്നു. അപ്പം ഇമിറ്റേഷൻ പീരീഡാണ് ആദ്യത്തേത്, അല്ലേ? ഫെമിനൈൻ എന്നുള്ള ഇതിനകത്തെന്ന് വെച്ചാൽ ഇമിറ്റേഷനാണ്. മെയിൽ റൈറ്റേഴ്സിനെ ഇമിറ്റേറ്റ് ചെയ്ത് അവരുടെ മെയിൽ സ്യൂഡോണിംസ് വെച്ചിട്ട് എഴുതുവാണ്. മെയിൽ സ്യൂഡോണിംസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ത്രീകൾ തന്നെ മെയിൽ സ്യൂഡോണിംസ് അവരുടെ ആണുങ്ങളുടെ പെന്നെയും വെച്ചിട്ടായിരിക്കും അവർ എഴുതുന്നത്, ആണുങ്ങളുടെ പോലെയുള്ള നെയിംസ് വെച്ചിട്ടായിരിക്കും അവർ എഴുതുന്നത്. പിന്നെ വരുന്ന ഇപ്പം ഫെമിനൈൻ അതാണ്. പിന്നെ ഫെമിനിസ്റ്റ് ഫേസ് വന്നു, കുറച്ച് മാറ്റങ്ങൾ വന്നു, പൊളിറ്റിക്കൽ സോഷ്യൽ ലിറ്റററി ഇക്വാളിറ്റിയിൽ വന്നു. പിന്നെ ലാസ്റ്റ് ഫീമെയിൽ ഫേസ്, അതിനകത്ത് മൊത്തം എക്സ്പ്ലോറേഷനാണ്. ഫീമെയിൽ എക്സ്പീരിയൻസ്, ഫീമെയിൽ ഐഡന്റിറ്റി എല്ലാം അങ്ങനെയാണ് പറഞ്ഞു പോയിരിക്കുന്നത്. ഇമിറ്റേഷൻ, പ്രൊട്ടസ്റ്റ്, പിന്നെ സെൽഫ് ഡെഫിനിഷൻ. ഈ 3 ഫേസസിനെ കുറിച്ചാണ് ഇവിടെ എലൈൻ ഷോവോൾട്ടറിന്റെ തിയറി ഫോക്കസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫെർഡിനൻഡ് ഡി സെഷൂറിന്റെ കോൺട്രിബ്യൂഷൻ ടു മോഡേൺ ലിംഗ്വിസ്റ്റിക്സ് എന്താണ്? ഫെർഡിനൻഡ് ഡി സെഷൂർ ഒരു സ്വിസ് ലിംഗ്വിസ്റ്റ് ആണ്. ഹി ഈസ് ഓൾസോ നോൺ ആസ് ഫാദർ ഓഫ് മോഡേൺ ലിംഗ്വിസ്റ്റിക്സ് ആൻഡ് സ്ട്രക്ചറലിസം. അദ്ദേഹത്തിൻ്റെ പോസ്റ്റ്യൂമസ്ലി പബ്ലിഷ് ചെയ്തൊരു വർക്കാണ് കോഴ്സ് ഇൻ ജനറൽ ലിംഗ്വിസ്റ്റിക്സ്. 1916 അത് പബ്ലിഷ് ചെയ്തത് അദ്ദേഹം. അതിനകത്താണ് ലിംഗ്വിസ്റ്റിക്സിനെ ഒരു സിസ്റ്റമാറ്റിക് സയൻറ്റിഫിക് സ്റ്റഡി ആയിട്ട് അദ്ദേഹം മാറ്റിയത്. ലിംഗ്വിസ്റ്റിക്സ് എന്ന് വെച്ചാൽ സ്റ്റഡി ഓഫ് ലാംഗ്വേജ്, സയൻറ്റിഫിക്കലി സിസ്റ്റമാറ്റിക്കലി ലാംഗ്വേജിനെ പഠിക്കുന്നതാണ് ലിംഗ്വിസ്റ്റിക്സ്. അപ്പോൾ ഈ ഒരു പേപ്പർ പബ്ലിഷ് ചെയ്തതിന് ശേഷമാണ് ലിംഗ്വിസ്റ്റിക്സ് അല്ലെങ്കിൽ അഥവാ സ്ട്രക്ചറലിസത്തിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അപ്പോൾ സെഷൂർ പറഞ്ഞതെന്ന് വെച്ചാൽ സ്റ്റഡിയിങ് ലാംഗ്വേജ് എന്ന് പറയുന്നത് ഒരു സ്ട്രക്ചേർഡ് സിസ്റ്റമാണ്. അപ്പോൾ അദ്ദേഹം അതിനെ കാണിക്കാൻ വേണ്ടി ആ ഒരു 2 ടേംസിനെ കുറിച്ച് അദ്ദേഹം സംസാരിച്ചു, ലാങ്ങും പരോളും. ലാംഗ്വേജിനെ നമുക്ക് 2 രീതിയിൽ പഠിക്കാം. ലാങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ലാംഗ്വേജ് സിസ്റ്റം. പരോൾ എന്ന് വെച്ചാൽ ഇൻഡിവിജ്വൽ സ്പീച്ച്. ലാങ് എന്ന് വെച്ചാൽ ഈ ലാംഗ്വേജിനെ ബേസ് ചെയ്തിട്ടുള്ള റൂൾസിനെയാണ് നമ്മൾ ലാങ് എന്ന് പറയുന്നത്. പരോൾ എന്ന് വെച്ചാൽ ഒരു ഇൻഡിവിജ്വൽ സംസാരിക്കുമല്ലോ, അയാളുടെ സ്പീച്ച് പാറ്റേൺ എന്താണ്, അയാളുടെ അട്ടറൻസ് എങ്ങനെയാണ്, അതാണ് പരോൾ എന്ന് പറയുന്നത്. ലാങ് സോഷ്യലാണ്, മൊത്തത്തിൽ പറയുന്ന കാര്യമാണ്. കളക്റ്റീവ് സെറ്റ് ഓഫ് ലിംഗ്വിസ്റ്റിക് റൂൾസ് എന്ന് പറയാം. പരോൾ എന്ന് വെച്ചാൽ പേഴ്സണൽ ആയിട്ടുള്ള സ്പീച്ച് അട്ടറൻസിനെയാണ് നമ്മൾ പരോൾ എന്ന് പറയുന്നത്. ഓരോ ആളുകളും ഓരോ രീതിയിലായിരിക്കും സ്പീച്ച് അട്ടർ ചെയ്യുന്നത് അല്ലെങ്കിൽ സംസാരിക്കുന്നത്, ലാംഗ്വേജിനെ യൂസ് ചെയ്യുന്നത്, വേർഡ്സിനെ യൂസ് ചെയ്യുന്നത്. സ്ലാങ് മൈറ്റ് ബി ഡിഫറെൻറ്റ്, ദ ഡയലക്ട് വിൽ ബി ഡിഫറെൻറ്റ്. സോ അങ്ങനെയാണ് പരോൾ എന്ന് പറയുന്നത്. പേഴ്സണൽ ആയിട്ടുള്ള കാര്യമാണ് പരോൾ എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹം പറയുന്നത് വെച്ചാൽ ലിംഗ്വിസ്റ്റിക്സ് എന്ന് പറയുന്നത് ലാങ്ങിനെ ഫോക്കസ് ചെയ്ത് വേണം ചെയ്യാൻ. കാരണം അതിനകത്ത് വെച്ച് മാത്രമേ നമുക്ക് കമ്മ്യൂണിക്കേഷൻ്റെ സ്ട്രക്ചർ മനസ്സിലാവൂ. ലാങ് എന്ന് വെച്ചാൽ എന്താണെന്നാണ് പറഞ്ഞേക്കുന്നത്? ഒരുപാട് സ്പീക്കേഴ്സ് ഷെയർ ചെയ്യുന്ന ഒരു കളക്റ്റീവ് ആയിട്ടുള്ള റൂൾസിനെയാണ് നമ്മൾ ലാങ് എന്ന് പറയുന്നത്. സോ ഈ ലാങ് വെച്ചിട്ട് നമ്മൾ ലാംഗ്വേജിനെ പഠിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാലേ കമ്മ്യൂണിക്കേഷൻ്റെ സ്ട്രക്ചർ മനസ്സിലാക്കാൻ സാധിക്കൂ എന്നാണ് പറയുന്നത്. അനദർ മേജർ ഡിസ്റ്റിങ്ഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിങ്ക്രോണിക്കും ഡൈക്രോണിക്കും. സിങ്ക്രോണിക് എന്ന് വെച്ചാൽ ലാംഗ്വേജിനെ നമ്മൾ അറ്റ് എ ഗിവൺ പോയിന്റ് പഠിക്കുന്നു. ഡയക്രോണിക് എന്ന് വെച്ചാൽ ലാംഗ്വേജിൻ്റെ എവല്യൂഷൻ ഫ്രം ദിസ് പീരീഡ് ടു ഫ്രം ദ പാസ്റ്റ് പീരീഡ് ടു ദിസ് ടൈം. അതാണ് ഡയക്രോണിക് സ്റ്റഡി ഓഫ് ലാംഗ്വേജ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സെഷൂർ പ്രയോറിറ്റൈസ് ചെയ്ത് സിങ്ക്രോണിക് ലിംഗ്വിസ്റ്റിക്സിനാണ്. അതായത് ലാംഗ്വേജിനെ ഒരു പെർട്ടിക്കുലർ പോയിന്റ് ഓഫ് ടൈമിൽ പഠിക്കുന്നു. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു നോവൽ ഇറങ്ങി, അപ്പം അതായത് റാം കെയർ ഓഫ് ആനന്ദി എന്നുള്ള നോവൽ ഇറങ്ങി. അതിനകത്ത് ലാംഗ്വേജിനെ കുറിച്ച് പഠിക്കാനാണെന്നുണ്ടെങ്കിൽ ആ വർഷം, ഈ നോവൽ എഴുതിയ വർഷം ലാംഗ്വേജ് എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളും ഒക്കെ ആയിരിക്കും പഠിക്കുന്നത്. അല്ലാതെ അതിന് പുറകിലോട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പഠിക്കത്തില്ല. ഓക്കെ, അപ്പോൾ സിങ്ക്രോണിക് ലിംഗ്വിസ്റ്റിക്സിനാണ് ഇദ്ദേഹം ഇമ്പോർട്ടൻസ് കൊടുത്തത്. പിന്നെ ഇനി വീണ്ടും അദ്ദേഹം ഒരു എന്താ പറയുക, സൈൻ എന്നും പറഞ്ഞു. അതായത് അദ്ദേഹം ലിംഗ്വിസ്റ്റിക് സൈനിനെ ഡിഫൈൻ ചെയ്തു. ലിംഗ്വിസ്റ്റിക് സൈൻ എന്ന് വെച്ചാൽ എന്താ, ഒരു ലാംഗ്വേജിൻ്റെ ബേസിക് യൂണിറ്റ് ആണ് സൈൻ എന്ന് പറയുന്നത്. ഈ സൈൻ 2 എലമെൻറ്റ്സ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്, സിഗ്നിഫയറും സിഗ്നിഫൈഡും. സിഗ്നിഫയർ എന്ന് വെച്ചാൽ സൗണ്ട് ഇമേജും സിഗ്നിഫൈഡ് എന്ന് വെച്ചാൽ കോൺസെപ്റ്റും. ഫോർ എക്സാമ്പിൾ മരം അല്ലെങ്കിൽ ട്രീ എന്ന് പറഞ്ഞ ഒരാൾ പറഞ്ഞു. ഈ ട്രീ എന്ന് നമുക്ക് കേൾക്കുമ്പോൾ നമ്മുടെ മൈൻഡിൽ ഒരു ഇമേജ് വരുമല്ലോ, അതാണ് എന്തെന്ന് പറയുന്നത്, സിഗ്നിഫയർ എന്ന് പറയുന്നത്. സൗണ്ട് വെച്ചിട്ടുള്ള ഇമേജ്, സൗണ്ട് കേൾക്കുമ്പോൾ നമുക്ക് ആ ഒരു നമ്മുടെ മനസ്സിൽ പതിഞ്ഞു വരുന്ന ഇമേജാണ് സൗണ്ട് ഇമേജ്, അതായത് സിഗ്നിഫയർ. സിഗ്നിഫൈഡ് എന്ന് വെച്ചാൽ യഥാർത്ഥത്തിലുള്ള മരം, ആ ഒരു കോൺസെപ്റ്റ്, അതാണ് സിഗ്നിഫൈഡ്. അപ്പോൾ ഒരു സൈൻ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് മെയ്ഡ് അപ്പ് ഓഫ് എ സിഗ്നിഫയർ ആൻഡ് ദി സിഗ്നിഫൈഡ്. ഓക്കെ, ഇനി ഈ സിഗ്നിഫയറും സിഗ്നിഫൈഡും, അതായത് ഈ സൗണ്ട് ഇമേജും കോൺസെപ്റ്റും തമ്മിലുള്ള ആ ഒരു ബന്ധം എന്ന് പറയുന്നത് ആർബിട്രറി ആണ്. അതായത് ഫോർ എക്സാമ്പിൾ അതിന് മാറ്റങ്ങൾ വരാം. ഈ വേർഡും മീനിങ്ങും തമ്മിൽ വലിയ നാച്ചുറൽ കണക്ഷൻ ഒന്നും ഇല്ല എന്നാണ് ആര് പറഞ്ഞിരിക്കുന്നത്, ഈ സൈനിൻ്റെ ആർബിട്രറിനെസ് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ വേർഡും മീനിങ്ങും തമ്മിൽ വലിയ ബന്ധമൊന്നും കാണത്തില്ല. ഇനി മീനിങ് എന്ന് പറയുന്നത് എന്താണ്, ഇൻഡിവിജ്വൽ വേർഡ്സിൽ നിന്നല്ല ഉണ്ടാവുന്നത്, ആ സിറ്റുവേഷൻസിനനുസരിച്ച് അല്ലെങ്കിൽ ഓരോ വേർഡുകളും തമ്മിലുള്ള ഡിഫറൻസിനനുസരിച്ചാണ് മീനിങ്സ് ഓരോ വേർഡിലും ഉണ്ടാകുന്നത്. ക്യാറ്റ് എന്ന് പറയുന്നത് ഡോഗ് അല്ലാത്തതാണ് ക്യാറ്റ്, അല്ലേ? അങ്ങനെയാണ്. ഡോഗ് എന്ന് പറയുന്നത് ക്യാറ്റ് അല്ല, അതായത് ക്യാറ്റ് എന്ന് പറയുന്നത് എന്താണ്,
ഡോഗ് അല്ലാത്തതാണ് ക്യാറ്റ് എന്ന് പറയും, ഇത് പൂച്ച, ഇത് പട്ടി, അങ്ങനെയാണ് നമ്മൾ പഠിക്കുന്നത് അല്ലേ. സോ ഓരോ വേർഡിൻ്റെയും ഡിഫറൻസ് മീനിങ്ങിലുണ്ടാവുന്ന ഡിഫറൻസ് വെച്ചിട്ടാണ് ഓരോ വേർഡിനും ഓരോ മീനിങ് കിട്ടുന്നതെന്നാണ് പറയുന്നത്. ഇനി സെഷൂറിൻ്റെ ഐഡിയ ഓഫ് ലാംഗ്വേജ് എന്ന് പറയുന്നത് എന്താണ്? സൈനുകൾ എല്ലാം കൂടെ കൂടിച്ചേരുന്നതാണ് ലാംഗ്വേജിനെ ഉണ്ടാക്കുന്നതെന്നാണ് പറയുന്നത്. ഈ ഒരു കാര്യമാണ് സ്ട്രക്ചറലിസം എന്നുള്ള തിയറിയുടെ ബേസിസ് അല്ലെങ്കിൽ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. ഈ സൈനുകൾ തമ്മിലുള്ള ഇൻ്റർ റിലേഷനെയാണ് നമ്മൾ ലാംഗ്വേജ് അല്ലെങ്കിൽ എന്താ പറയുക സ്ട്രക്ചറലിസം എന്ന് പറയുന്നത്. ഓക്കെ, സ്ട്രക്ചറലിസത്തിൻ്റെ അനദർ തിങ്കേഴ്സ് ഈ സെഷൂർ അല്ലാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലെവി സ്ട്രോസ് ഉണ്ട്, റൊലാൻഡ് ബാർത്ത് ഉണ്ട്, റോമൻ യാക്കബ്സൺ ഉണ്ട് കേട്ടോ. പിന്നെ അപ്പോൾ ഇവർ അതുപോലെ തന്നെ സെഷൂർ ഇമ്പോർട്ടൻസ് കൊടുത്തത് സിമിയോട്ടിക്സ് എന്ന് വെച്ചാൽ സൈനുകളെക്കുറിച്ചുള്ള പഠനമാണ് സിമിയോട്ടിക്സ് എന്ന് പറയുന്നത്. അതിനാണ് ഇദ്ദേഹം ഇമ്പോർട്ടൻസ് കൊടുത്തത്. അദ്ദേഹത്തിൻ്റെ സ്ട്രക്ചറലിസം ഇൻസ്പിറേഷൻ കിട്ടിയത് സിമിയോട്ടിക്സിൽ നിന്നുമാണ്. ലാംഗ്വേജിനെ അദ്ദേഹം ഒരു സെൽഫ് കണ്ടെയ്ൻഡ് സിസ്റ്റമായിട്ട് കാണുന്നു. അതൊരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ളൊരു സിസ്റ്റമായിട്ടാണ് ഇദ്ദേഹം ലാംഗ്വേജിനെ കാണുന്നത്. പിന്നെ ഇദ്ദേഹത്തിൻ്റെ അപ്രോച്ച് എന്ന് പറയുന്നത് സയൻറ്റിഫിക് ആയിട്ടുള്ള രീതിയിലാണ് ഇദ്ദേഹം അപ്രോച്ച് ചെയ്തിരിക്കുന്നത് ലാംഗ്വേജിനെ, അല്ലാതെ ഹിസ്റ്റോറിക്കലോ ഒന്നും അല്ല, നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. പിന്നെ അതുപോലെ തന്നെ മീനിങ് എന്ന് പറയുന്ന ഓരോ വാക്കിനും മീനിങ് കിട്ടുന്നത് ആ വാക്കും മറ്റൊരു വാക്കും തമ്മിലുള്ള ഡിഫറൻസിലാണ്. സോ മീനിങ് എന്ന് പറയുന്ന ഡിഫറൻഷ്യലാണ്. അതായത് വേർഡ്സ് ഗെയിൻ വാല്യൂ ഓൺലി ഇൻ റിലേഷൻ ടു അതേഴ്സ്. ക്യാറ്റും ബാറ്റും കേൾക്കുമ്പോൾ ഒരേപോലെയൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിലും പക്ഷേ ക്യാറ്റ് എന്ന് പറയുന്ന മറ്റൊരു ജീവി, ബാറ്റ് എന്ന് പറയുന്ന വേറൊരു ജീവിയാണ്. ഓക്കെ, ദെൻ അപ്പോൾ ഇതാണ് എന്തെന്ന് പറയുന്നത് സെഷൂറിൻ്റെ കോൺട്രിബ്യൂഷൻസ്. അപ്പോൾ ലാങ്ങിനെ കുറിച്ചും പരോളിനെ കുറിച്ചും സിങ്ക്രോണിക്കും ഡയക്രോണിക്കും പറയാൻ മറന്നു പോരുത്. സൈൻ എന്ന് പറയുന്നത് സിഗ്നിഫയറും സിഗ്നിഫൈഡും തമ്മിലുള്ളൊരു കോമ്പിനേഷനാണ്. ഓക്കെ, ഇനി അരിസ്റ്റോട്ടിലിൻ്റെ 6 കോൺസ്റ്റിറ്റ്യുവൻസ് ഓഫ് ട്രാജഡി എന്താണ്? അരിസ്റ്റോട്ടിൽ അദ്ദേഹത്തിൻ്റെ പൊയറ്റിക്സ് എന്നുള്ള വർക്കിനകത്താണ് ട്രാജഡിയെക്കുറിച്ച് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. സോ പൊയറ്റിക്സിനകത്ത് അദ്ദേഹം ട്രാജഡിയെ ഒരു ആക്ഷൻ്റെ ഇമിറ്റേഷൻ എന്നാണ് വിളിക്കുന്നത്. ആ ആക്ഷൻ എന്തായിരിക്കണം? സീരിയസ് ആയിരിക്കണം, കംപ്ലീറ്റ് ആയിരിക്കണം, ആ ആക്ഷൻ ഒരു സർട്ടൻ മാഗ്നിറ്റ്യൂഡും ഉണ്ടായിരിക്കണം. ഈ ട്രാജഡിക്ക് അദ്ദേഹം 6 എസെൻഷ്യൽ ആയിട്ടുള്ള എലമെൻറ്റ്സ് ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്: പ്ലോട്ട്, ക്യാരക്ടർ, തോട്ട്, ഡിക്ഷൻ, മെലഡി ആൻഡ് സ്പെക്ടക്കിൾ. പ്ലോട്ട് എന്ന് വെച്ചാൽ എന്താണ്? മിത്തോസ്, സോൾ ഓഫ് ട്രാജഡിയാണ് പ്ലോട്ട് എന്ന് പറയുന്നത്. ആ ഒരു ഈവൻസിനെ ഓർഗനൈസ് ചെയ്തു ഒരു കംപ്ലീറ്റ് എന്താണ് കോഹിറൻ്റ് ആയിട്ടുള്ള രീതിയിൽ ഒരു കംപ്ലീറ്റ് ആയിട്ട് ഹോളാക്കി വെക്കുന്നതിനെയാണ് പ്ലോട്ട് എന്ന് പറയുന്നത്. ഒരു ബിഗിനിങ്, മിഡിൽ ആൻഡ് എൻഡ് ഉണ്ടായിരിക്കണം, ലോജിക്കൽ കണക്ഷൻ ഉണ്ടായിരിക്കണം, ഇമോഷണൽ കണ്ടിന്യൂറ്റി പ്ലോട്ട് കൊടുക്കണം. അരിസ്റ്റോട്ടിൽ യൂണിറ്റി ഓഫ് ആക്ഷനാണ് ഇമ്പോർട്ടൻസ് കൊടുത്തത്. അതായത് എല്ലാ ഇവൻസും ഒരു സെൻട്രൽ തീമിലോട്ട് തന്നെ കോൺട്രിബ്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കണം. പിന്നെ സിമ്പിൾ പ്ലോട്ടിനെയും അദ്ദേഹം കോംപ്ലക്സ് പ്ലോട്ടുമായിട്ടും ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. പ്ലോട്ടുകളെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്: സിമ്പിൾ, കോംപ്ലക്സ് പ്ലോട്ട്. സിമ്പിൾ പ്ലോട്ട് എന്ന് വെച്ചാൽ ഒരു സിംഗിൾ ചേഞ്ചേ കാണത്തുള്ളൂ. കോംപ്ലക്സ് പ്ലോട്ട് എന്ന് വെച്ചാൽ ഒരുപാട് പ്ലോട്ടുകൾ, ആ സ്റ്റോറിക്കകത്ത് ഒരുപാട് ഉപകഥകളൊക്കെ, ഒരുപാട് ഇവൻറ്റ്സ് ഒക്കെ ഹാപ്പൻ ചെയ്യും. അപ്പോൾ ഈ കോംപ്ലക്സ് പ്ലോട്ടിനകത്ത് വരുന്ന കാര്യങ്ങളാണ് പെരിപ്പിറ്റിയും അനക്നോറസിസും. പെരിപ്പിറ്റിയ എന്ന് വെച്ചാൽ റിവേഴ്സൽ ഓഫ് ഫോർച്യൂൺ. അതായത് ഇപ്പോൾ ഒരു രാജാവായിരുന്ന ഒരാൾ ഒരു പാവപ്പെട്ടവനായി മാറുന്നു, അല്ലെങ്കിൽ ഒരു പാവപ്പെട്ടവനായിരുന്ന ഒരാൾ രാജാവായി മാറുന്നു. അതാണ് റിവേഴ്സൽ ഓഫ് ഫോർച്യൂൺ എന്ന് പറയുന്നത്, അഥവാ പെരിപ്പിറ്റിയ. അനക്നോറസിസ് എന്ന് വെച്ചാൽ റെക്കഗ്നീഷൻ. പെട്ടെന്ന് ആ ക്യാരക്ടർ എന്തെങ്കിലും ഒരു കാര്യം റിയലൈസ് ചെയ്യുന്നു, അത് അയാളുടെ ഡൗൺഫോളിന് കാരണമാകുന്നു. എക്സാമ്പിൾ, ഈഡിപ്പസ് റെക്സിനകത്ത് ഈഡിപ്പസ് എന്നുള്ള കഥാപാത്രം അയാളുടെ അച്ഛനെ കൊന്ന് അമ്മയെ അറിയാതെ കല്യാണം കഴിച്ചു പോവുകയാണ്. അച്ഛനെ കൊന്നതാണെന്നും അറിയുന്നില്ല, അമ്മയെ ഇയാൾ കല്യാണം കഴിച്ചാണെന്ന് അയാൾ അവസാനമാണ് അറിയുന്നത്. അതാണ് അയാളുടെ ബോത്ത് റെക്കഗ്നീഷൻ അല്ലെങ്കിൽ റിവേഴ്സൽ ഓഫ് ഫോർച്യൂൺ. ഓക്കെ, ഈ കാര്യം അറിയുമ്പോൾ ഇദ്ദേഹം രാജ്യമെല്ലാം ഉപേക്ഷിച്ചിട്ട് ഇറങ്ങി പോവുകയാണ് ചെയ്യുന്നത്. ഇനി രണ്ടാമത്തത് ക്യാരക്ടറാണ്. ക്യാരക്ടേഴ്സ് കൺസിസ്റ്റൻ്റ് ആയിരിക്കണം, അപ്രോപ്രിയേറ്റ് ആയിരിക്കണം, ട്രൂ ടു ലൈഫ് ആയിരിക്കണം. പ്രൊട്ടാഗണിസ്റ്റ് മോറലി ഗുഡ് ആയിരിക്കണം, പക്ഷേ അയാളുടെ ഉള്ളിൽ ഒരു കൈൻഡ് ഓഫ് ഹമേർഷ്യ അല്ലെങ്കിൽ ഒരു എറർ ഉണ്ടായിരിക്കണം, ഒരു നെഗറ്റീവായിട്ടുള്ളൊരു കാര്യം ഉണ്ടായിരിക്കണം. ആ ഹമേർഷ്യ വെച്ചിട്ടായിരിക്കണം ഓഡിയൻസിന് അദ്ദേഹത്തിനോടുള്ള പിറ്റി അല്ലെങ്കിൽ ഫിയർ ഉണ്ടാകേണ്ടത്. ഈഡിപ്പസിൻ്റെ ട്രാജിക് ഫ്ലോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹുബ്രിസ് അല്ലെങ്കിൽ പ്രൈഡ് ആയിരുന്നു. ഓക്കെ, അടുത്ത തോട്ടാണ്. തോട്ടിനെ നമ്മൾ ഡയനോയ എന്നാണ് പറയുന്നത്. അത് ഇൻ്റലക്ച്വൽ എലിമെൻറ്റ്, ഐഡിയാസ്, മോറൽ തീംസ്, ഇതൊക്കെയാണ് തോട്ട്. പിന്നെ വരുന്നത് ഡിക്ഷനാണ്. ഡിക്ഷൻ എന്ന് വെച്ചാൽ ചോയ്സ് ഓഫ് വേർഡ്സ് ആണ് ഡിക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അരിസ്റ്റോട്ടിൽ ക്ലാരിറ്റി, അതായത് ലാംഗ്വേജ് ഒക്കെ എലവേറ്റഡ് ആയിരിക്കണം, ക്ലാരിറ്റി ഉണ്ടായിരിക്കണം, പൊയറ്റിക് ആയിരിക്കണം, ഇൻ്റലിജിബിൾ ആയിരിക്കണം എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. അടുത്ത മെലഡിയാണ്. മെലഡി എന്ന് വെച്ചാൽ മ്യൂസിക്കൽ അല്ലെങ്കിൽ റിതമിക് എലമെൻറ്റ്സ്, അത് ആ ഇമോഷണൽ എഫക്റ്റിനെ എൻഹാൻസ് ചെയ്യുന്നതായിരിക്കണം. അത് ഓഡിയൻസിൻ്റെ മൈൻഡിൽ ഒരു ഇമോഷണൽ പ്യൂരിഫിക്കേഷൻ അഥവാ കഥാർസിസ് പ്രൊഡ്യൂസ് ചെയ്യണം. പിന്നെ അടുത്ത ലാസ്റ്റ് എലമെന്റ് ആണ് സ്പെക്ടക്കിൾ. സ്പെക്ടക്കിൾ എന്ന് വെച്ചാൽ ഒബ്സസ് എന്നാണ് നമ്മൾ പറയുന്നത്. വിഷ്വൽ ആൻഡ് സ്റ്റേജ് ഇഫക്റ്റിനെയാണ് നമ്മൾ സ്പെക്ടക്കിൾ, കോസ്റ്റ്യൂം, സീനറി, ജസ്റ്റേഴ്സ്, ഇതൊക്കെയാണ് പറയുന്നത്. ഓക്കെ,
അരിസ്റ്റോട്ടിൽ സ്പെക്ടക്കിളിന് ഏറ്റവും ലോവസ്റ്റ് ആയിട്ടുള്ള റാങ്കാണ് കൊടുത്തിരിക്കുന്നത്. സ്റ്റേജ് ക്രാഫ്റ്റ്. അപ്പോൾ പർപ്പസ് ഓഫ് ട്രാജഡി എന്താണെന്ന് വെച്ചാൽ പിറ്റിയും ഫിയറും നമ്മുടെ ഓഡിയൻസിൻ്റെ ഇടയിൽ അറൈസ് ചെയ്തിട്ട് അത് കഥാർസിസിലോട്ട്, അതായത് ഒരു ഇമോഷണൽ പ്യൂരിഫിക്കേഷനിലോട്ട് കൊണ്ടുവരിക ഓഡിയൻസിൻ്റെ മൈൻഡിൽ. ഈ 6 എലമെൻസും കൂടി ടുഗദറായിട്ട് വർക്ക് ചെയ്താലേ ഒരു ട്രാജിക് എഫക്റ്റ് നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ലോഞ്ചൈനസിൻ്റെ ഓൺ ദ സബ്ലൈം എന്നുള്ള വർക്കാണ്. അദ്ദേഹം ഒരു 1st സെഞ്ച്വറി ഗ്രീക്ക് ക്രിട്ടിക്കായിരുന്നു ലോഞ്ചൈനസ്. അദ്ദേഹത്തിൻ്റെ വർക്കാണ് ഓൺ ദ സബ്ലൈം. അത് ഈ ഓൺ ദ സബ്ലൈം അല്ലെങ്കിൽ സബ്ലൈം എന്ന് വെച്ചാൽ എന്താ, എന്തെങ്കിലും ഒരു കാര്യത്തിനെ നമ്മൾ അപ്ലിഫ്റ്റ് ചെയ്യുന്നു, അതാണ് സബ്ലൈം എന്ന് പറയുന്നത്. നമ്മുടെ മൈൻഡിൽ ഒരു അഡ്മിറേഷൻ ക്രിയേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഒരു ഓർണമെൻറ്റേഷൻ എന്ന് പറയാൻ പറ്റത്തില്ല, ഒരു ഗ്രേറ്റ്നെസ് എക്സ്പ്രസ് ചെയ്യുന്ന കാര്യത്തിൽ ഒരു വലിയൊരു ഗ്രേറ്റ്നെസ് ഉണ്ടാക്കുന്നതാണ് സബ്ലൈം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ലോഞ്ചൈനസ് എന്താ പറയുക, സബ്ലിമിറ്റി എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു ഇമോഷണൽ എക്സ്പീരിയൻസിലൂടെ, അല്ലെങ്കിൽ ഒരാളുടെ എഴുത്തിലൂടെ, അല്ലെങ്കിൽ അയാൾ ഉപയോഗിച്ചിരിക്കുന്ന റിട്ടോറിക്കലായിട്ടുള്ള ഡിവൈസസിലൂടെ ഒക്കെ നമുക്ക് അഫക്റ്റ് ചെയ്യാൻ സാധിക്കും ഈ സബ്ലിമിറ്റി. റൈറ്റേഴ്സിനെ ഒരുപോലെ തന്നെ ഓഡിയൻസിനെ ഒരു ഹാപ്പിനെസ് അല്ലെങ്കിൽ ഒരു എക്സ്റ്റാറ്റിക് ഡിലൈറ്റിലോട്ട് കൊണ്ടുപോകുന്നതാണ് സബ്ലിമിറ്റി എന്ന് പറയുന്നത്. അത് ആർട്ടിഫിഷ്യൽ ലാംഗ്വേജിലൂടെയല്ല, ഒറിജിനൽ ആയിട്ടുള്ള തോട്ടിലൂടെ ഇമോഷനിലൂടെയും വേണം ട്രൂ സബ്ലിമിറ്റി നമ്മൾ അച്ചീവ് ചെയ്യാനെന്നാണ് പറഞ്ഞിരിക്കുന്നത്. 5 സോഴ്സസ് ഓഫ് സബ്ലിമിറ്റി ഉണ്ട്. ഫസ്റ്റ് ഗ്രാൻഡിയർ ഓഫ് തോട്ട്, സെക്കൻഡ് സ്ട്രോങ് ഇമോഷൻ, തേർഡ് വൺ ഇസ് പ്രോപ്പർ യൂസ് ഓഫ് ഫിഗർ ആൻഡ് സ്പീച്ച്, ഫോർത്ത് വൺ ഇസ് നോബൽ ഡിക്ഷൻ ആൻഡ് ചോയ്സ് ഓഫ് വേർഡ്സ്, ആൻഡ് ദ ഫിഫ്ത്ത് വൺ ഇസ് ഡിഗ്നിഫൈഡ് അറേഞ്ച്മെന്റ് അല്ലെങ്കിൽ കോമ്പോസിഷൻ. ഫസ്റ്റ് വൺ ഗ്രാൻഡിയർ ഓഫ് തോട്ടാണ്. അത് ഒരു നല്ല ക്യാരക്ടറിലൂടെ അല്ലെങ്കിൽ ഇമാജിനേഷനിലൂടെ റൈറ്റേഴ്സ് നല്ല ഗ്രേറ്റ് ആയിട്ട് തിങ്ക് ചെയ്തിട്ട് നല്ല ഗ്രേറ്റ് ആയിട്ട് റൈറ്റ് ചെയ്യുക. സ്ട്രോങ് ഇമോഷൻസ് എന്ന് പറയുന്ന എന്താണ്, പാഷനും ഒതൻറ്റിസിറ്റിയും ക്രിയേറ്റ് ചെയ്യും, ഒരു ജെനുവിൻ ഫീലിംഗ് ക്രിയേറ്റ് ചെയ്യും അല്ലേ. ഇനി ഫിഗർ ഓഫ് സ്പീച്ച് എന്ന് വെച്ചാൽ നാച്ചുറൽ ആയിരിക്കണം. നമ്മൾ ഫിഗർ ഓഫ് സ്പീച്ച് സിമിലി മെറ്റഫറൊക്കെ യൂസ് ചെയ്യുമ്പോൾ അത് ആ എക്സ്പ്രഷനെ അല്ലെങ്കിൽ ആ സിറ്റുവേഷനെ ഹൈറ്റൺ ചെയ്യുന്ന രീതിയിലായിരിക്കണം. പിന്നെ നോബൽ ഡിക്ഷൻ എന്ന് വെച്ചാൽ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള എലവേറ്റഡ് ആയിട്ടുള്ള വൊക്കാബുലറി യൂസ് ചെയ്യുക. ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള വേർഡുകളൊന്നും യൂസ് ചെയ്യരുത്. ആവശ്യമില്ലാത്ത സ്റ്റൈലായിട്ടുള്ള വേർഡൊന്നും യൂസ് ചെയ്യേണ്ട കാര്യമില്ല. ഡിഗ്നിഫൈഡ് അറേഞ്ച്മെന്റ് എന്ന് വെച്ചാൽ ഒരു സ്ട്രക്ചർ ഉണ്ടായിരിക്കണം, സെന്റൻസസ് ബാലൻസ്ഡ് ആയിരിക്കണം, ഒരു റിതം ഉണ്ടായിരിക്കണം, കോമ്പോസിഷൻ കറക്റ്റ് ആയിരിക്കണം. ഫോൾസ് സബ്ലൈമിനെതിരെയും ലോഞ്ചൈനസ് വോൺ ചെയ്യുന്നുണ്ട്. എക്സസീവ് ആയിട്ടുള്ള ഡെക്കറേഷൻ അതൊന്നും വേണ്ട. പിന്നെ ഗ്രേറ്റ് സോൾസ് ആണ് ഗ്രേറ്റ് റൈറ്റിംഗ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്നാണ് ഇദ്ദേഹം പറയുന്നത്. ഒരു സബ്ലൈം ലിറ്ററേച്ചർ ടൈമിനെയും കൾച്ചറിനെയും എല്ലാം അതിജീവിച്ച് നിൽക്കും എന്നാണ് ഇദ്ദേഹം പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇന്ത്യൻ പോയറ്റിക്സിൻ്റെ എവല്യൂഷനാണ്. അപ്പോൾ ഇന്ത്യൻ പോയറ്റിക്സിൻ്റെ എവല്യൂഷൻ എന്ന് പറയുന്നത് നാട്യശാസ്ത്ര, ഭരതമുനിയുടെ നാട്യശാസ്ത്ര എന്നുള്ള വർക്കിലൂടെയാണ് ഇന്ത്യൻ പോയറ്റിക്സ് ബിഗിൻ ചെയ്യുന്നത്. അതിനകത്താണ് രസ അല്ലെങ്കിൽ ഇമോഷൻ ഓർ ഈസ്തറ്റിക് ഫ്ലേവറിനെ കുറിച്ചും ഓഡിയൻസിൻ്റെ റോളിനെ കുറിച്ചുമൊക്കെ ഫസ്റ്റ് പറഞ്ഞിരിക്കുന്നത്. തിയേറ്റർ ആൻഡ് പോയട്രിയെ കുറിച്ചുമൊക്കെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ രസ തിയറി എന്ന് നോക്കാം നമുക്ക്. രസ എന്ന് പറയുന്ന ഒരു ഈസ്തറ്റിക് എക്സ്പീരിയൻസ് ആണ്. ഇപ്പോൾ പോയറ്റ് അല്ലെങ്കിൽ രസ ക്രിയേറ്റ് ചെയ്യുന്ന അയാൾ കുറേ സ്ഥായി ഭാവാസ്, വിഭാവാസ്, അനുഭാവാസ്, വ്യഭിചാരി ഭാവാസ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നു ഈസ്തറ്റിക് ആയിട്ടുള്ള ഇമോഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി. ഇനി അടുത്തത് അലങ്കാര അല്ലെങ്കിൽ ഫിഗർ ഓഫ് സ്പീച്ച് എന്നുള്ള സ്കൂളാണ്. അലങ്കാര സ്കൂള് അത് ഓർണമെൻറ്റിനെ വിർച്വലായിട്ട് കൺസിഡർ ചെയ്യുന്നു. അതായത് മെറ്റഫർ, സിമിലി, വേർഡ് പ്ലേ ഒക്കെ യൂസ് ചെയ്യുന്നു. നമ്മളൊരു മിലിറ്ററി വർക്കിൻ്റെ മെറിറ്റിനെ എൻഹാൻസ് ചെയ്യാൻ ശ്രമിക്കുന്നു. അടുത്ത ധ്വനി തിയറിയാണ്. മീനിങ് ബിയോണ്ട് വേർഡ്സ് ആണ് ധ്വനി തിയറി. അപ്പം ആനന്ദവർദ്ധനയുടെ ധ്വന്യ ലോക എന്നുള്ള വർക്കിനകത്ത് അദ്ദേഹം ആർഗ്യൂ ചെയ്യുന്നുണ്ട് സോൾ ഓഫ് പോയട്രി എന്ന് പറയുന്ന ധ്വനിയാണെന്ന്. അതായത് മീനിങ്ങിന് ഒരു ഇത് കിട്ടുന്ന അല്ലെങ്കിൽ മീനിങ് എപ്പോഴാണ് ഉണ്ടാവുന്നത്, റീഡറിൻ്റെ റെസ്പോൺസിലൂടെയാണ് മീനിങ് ഉണ്ടാവുന്നതെന്നാണ് പറയുന്നത്. ഈ ഒരു ധ്വനി തിയറി അഭിനവ് ഗുപ്ത ഇലാബറേറ്റ് ചെയ്തിട്ട് ധ്വനി ആണ് രസ പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. ഇനി വക്രോക്തിയാണ്. വക്രോക്തി എന്ന് വെച്ച് കഴിഞ്ഞാൽ കുന്തകയുടെ തിയറിയാണ് വക്രോക്തി പ്രപ്പോസ് ചെയ്തത്. കുന്തകയുടെ ആ ഒരു തിയറിയാണ് വക്രോക്തി. അതായത് ഇൻഡയറക്റ്റ് എക്സ്പ്രഷൻ എന്ന് പറയും. ഒരു പോയറ്റിൻ്റെ സ്റ്റൈല് അല്ലെങ്കിൽ അയാളുടെ ഇൻഡിവിജ്വാലിറ്റിയാണ് ഒരു ലാംഗ്വേജിനെ പൊയറ്റിക്കലാക്കി മാറ്റുന്നത്. അടുത്തത് ഋതി എന്ന് വെച്ചാൽ സ്കൂൾ ഓഫ് സ്റ്റൈലാണ്. അത് ഋതി തിയറിസ്റ്റ് ഫോക്കസ് ചെയ്തതെന്ന് വെച്ചാൽ സ്റ്റൈലിസ്റ്റിക് മോഡിനെയാണ്. ഡിക്ഷൻ ഇമ്പോർട്ടൻസ് കൊടുത്തു, കൺവെൻഷണൽ ആയിട്ടുള്ള ഇമേജസിന് ഇമ്പോർട്ടൻസ് കൊടുത്തു. ലവ്, നേച്ചർ, മോട്ടീവ്സ് ഒക്കെ ഇവർ കൂടുതലായിട്ട് യൂസ് ചെയ്യാൻ തുടങ്ങി. അടുത്തത് ഔചിത്യമാണ്. ഔചിത്യ എന്ന് വെച്ചാൽ പ്രൊപ്രൈറ്റി. ആ ഒരു വർക്കിനകത്ത് നമ്മൾ എന്താ പറയുക, സെൻറ്റിമെൻറ്റ്സ്, ഡിക്ഷൻ, കോണ്ടെക്സ്റ്റ് ഇതിനെയൊക്കെ ഫിറ്റ് ചെയ്യുന്നൊരു കാര്യമാണ് ഔചിത്യ എന്ന് പറയുന്നത്. എങ്ങനെയാണ് രസ എത്തിക്കലിയും ഈസ്തറ്റിക്കലിയും നമ്മൾ യൂസ് ചെയ്യേണ്ടത്, അതാണ് ഔചിത്യ. പിന്നെ മീമാംസ ആൻഡ് സാൻസ്ക്രിറ്റ് ഹെർമ്യൂണറ്റിക്സ് ഇൻഫ്ലുവൻസ് ആണ്.
അതുപോലെ തന്നെ ഭക്തി ആൻഡ് വെർണാക്കുലർ ഷിഫ്റ്റിനെ കുറിച്ച് പറയുന്നുണ്ട്, ഭക്തി പോയിറ്റ്സിനെ കുറിച്ച് പറയുന്നുണ്ട്. പിന്നെ റീജിയണൽ പോയറ്റിക്സ്, ഓരോ ലാംഗ്വേജും അതിൻ്റേതായിട്ടുള്ളൊരു ക്രിട്ടിക്കൽ ട്രഡീഷൻ വെച്ചിട്ട് അതിൻ്റെ ഓരോ രീതിയിലും രസ തിയറി അഡാപ്റ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ. തെലുങ്കിൽ സിദ്ധാന്താസ്, തമിഴിൽ എന്താ പറയുന്നത് സംഘം ഈസ്തെറ്റിക്സ് ഉണ്ട്. മലയാളത്തിലെന്ന് വെച്ച് കഴിഞ്ഞാൽ മലയാളത്തിലും ഇതുപോലെ തന്നെ ഇങ്ങനെ സംഘം എംഫസിസ് നമ്മൾ കാണാൻ സാധിക്കുന്നുണ്ട്. അതായത് ഓരോ റീജിയണൽ വൈസിലും ഓരോരുത്തരും ലാംഗ്വേജ് വൈസിലും രസ തിയറിയൊക്കെ അഡാപ്റ്റ് ചെയ്ത് വേറെ രീതിയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് വരുന്നത് വേർഡ്സ്വർത്ത് എങ്ങനെയാണ് പോയറ്റിക് ലാംഗ്വേജിനെ അല്ലെങ്കിൽ പോയട്രിയെ ഡെമോക്രറ്റൈസ് ചെയ്തത്. അപ്പം 18th സെഞ്ചുറി പോയറ്റിക് നോംസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായിരുന്നു, അതായത് പ്രീ വേർഡ്സ്വർത്ത് ഇംഗ്ലീഷ് പോയട്രി എങ്ങനെയായിരുന്നു, ഡിക്ഷൻ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു, ക്ലാസിക്കൽ സബ്ജക്ട്സ് ആയിരുന്നു അല്ലേ, എവരിഡേ സ്പീച്ച് ഒന്നും അല്ലായിരുന്നു, അങ്ങനെയുള്ള വേർഡ്സ് ഒന്നും അല്ലായിരുന്നു യൂസ് ചെയ്തിരുന്നത്. അതായത് 18th സെഞ്ചുറിയിലൊക്കെ ഹീറോയിക് കപ്ലെറ്റ്സ് ഒക്കെ വെച്ചിട്ടായിരുന്നു എഴുതിക്കൊണ്ടിരുന്നത്. പിന്നീട് വേർഡ്സ്വർത്തിന്റെ ആ ഒരു ലിറിക്കൽ ബാലഡ്സ് പബ്ലിഷ് ചെയ്തതിന് ശേഷം അദ്ദേഹം അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് പോയട്രി അല്ലെങ്കിൽ പോയട്രിയുടെ സബ്ജക്റ്റ് അല്ലെങ്കിൽ വേർഡ് എന്ന് പറയുന്നത് ഇറ്റ് ഷുഡ് ബി ടേക്കൺ ഫ്രം കോമൺ ലൈഫ് ആൻഡ് കോമൺ മാൻസ് ലാംഗ്വേജ്. എന്നാൽ മാത്രമേ അതിനൊരു സിൻസിയറിറ്റി ഉണ്ടാവുകയുള്ളൂ എന്ന് പറഞ്ഞു. എന്നാലേ സാധാരണപ്പെട്ട ആളുകൾക്ക് അത് വായിക്കാൻ പറ്റുകയുള്ളൂ. ഓർഡിനറി ലാംഗ്വേജ് ആണ് പോയട്രിക്ക് ഫിറ്റ് ആണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതായത് ലാംഗ്വേജ് ഓഫ് ഹംബിൾ മെൻ, അതാണ് അദ്ദേഹം ഇവിടെ ഉദ്ദേശിച്ചത്. പിന്നെ ഇമോഷൻസ് ട്രാങ്ക്വിലിറ്റിയിൽ റിക്കളക്ട് ചെയ്യണം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പോയറ്റിക് ക്രിയേഷൻ എന്ന് പറയുന്നത് ഒരു പവർഫുൾ ഇമോഷനെ നമ്മൾ കാംനെസ്സിൽ റിക്കളക്ട് ചെയ്തിട്ട് വേണം എഴുതാൻ, എന്നാലേ നമുക്കൊരു സബ്ജക്റ്റീവ് ഫീലിംഗ് കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ. നേച്ചറിനെ കുറിച്ചും കോമൺ എക്സ്പീരിയൻസിനെ കുറിച്ചും വേണം എഴുതാൻ നമ്മൾ. അതുപോലെ തന്നെ എന്താണ് പേഴ്സണൽ ഫീലിങ്ങിനും മെമ്മറിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കണം. പിന്നെന്താണ് ആർട്ടിഫിഷ്യൽ പോയറ്റിക് ഡിക്ഷനെതിരെയായിരുന്നു ഇദ്ദേഹം. ട്രൂ ആയിട്ടുള്ള രീതിയിൽ വേണം പോംസ് എഴുതാൻ. പിന്നെ എവരുടെ ലാംഗ്വേജിൽ എഴുതുക. പിന്നെന്താണ് പറഞ്ഞേക്കുന്നത് സിമ്പിൾ ആയിട്ടുള്ള രീതിയിൽ എഴുതുക. അതായത് വേർഡ്സ്വർത്ത് ബ്ലാങ്ക് വേർഡ്സ്വർത്ത് ഒക്കെ വെച്ചിട്ടാണ് അദ്ദേഹം എഴുതിയത്, കെയർഫുൾ ആയിട്ടുള്ള രീതിയിലാണ് എഴുതിയത്. പിന്നെ കോമൺ ലൈഫിനെ സീരിയസ് ആയിട്ട് വേണം എന്താണ് പ്രസൻറ്റ് ചെയ്യാൻ എന്നുള്ള രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് അതിനകത്തൂടെ ഫിലോസഫി പറയുക. പിന്നെ വേർഡ്സ്വർത്ത് ആണ് റൂറൽ ലൈഫിനെ ഐഡിയലൈസ് ചെയ്ത് സംസാരിച്ചത്. അതുപോലെ തന്നെ എന്താണ് പോയട്രിയെ ഡെമോക്രറ്റൈസ് ചെയ്ത് ഓർഡിനറി ലാംഗ്വേജിൽ എഴുതിപ്പിച്ചു അല്ലേ. പിന്നെ അതുപോലെ തന്നെ ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ലാംഗ്വേജിൽ ട്രൂ ആൻഡ് സിൻസിയർ ആയിട്ട് അദ്ദേഹം പ്രസൻറ്റ് ചെയ്തു. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർക്ക്സ് ടിൻറ്റൺ അബേ ഉണ്ട്. പിന്നെ ലിറിക്കൽ ബാലഡ്സിനകത്തൊക്കെയാണ് അദ്ദേഹത്തിന് ഈ പോയട്രിയുടെ തിയറിയൊക്കെ വരുന്നത് കേട്ടോ. പിന്നെ ഫെമിനിസത്തിനെ കുറിച്ച് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒബ്ജക്റ്റീവ്സും കൺസേൺസും എന്താണെന്ന് ചോദിച്ചാൽ ഫസ്റ്റ് ഓഫ് ഓൾ ഡിഫൈൻ ഫെമിനിസം. ജെൻഡർ ഇക്വാളിറ്റി ജസ്റ്റിസ് ആണ് ഫെമിനിസം സീക്ക് ചെയ്യുന്നത്. മെയിൽ ഡോമിനേഷനെ ചലഞ്ച് ചെയ്യുന്നു. പിന്നെന്താണ് പൊളിറ്റിക്കൽ സോഷ്യൽ എക്കണോമിക് ആൻഡ് കൾച്ചറൽ ഇക്വാളിറ്റി ഫോർ വിമൻ. വോട്ടിംഗ് റൈറ്റ്സ് ഒക്കെ സഫ്രേജ് മൂവ്മെൻറ്റ്സ് അല്ലെങ്കിൽ വോട്ടിംഗ് റൈറ്റ്സ് ഒക്കെ ആവശ്യപ്പെട്ടു. പിന്നെ ഡിഫറെൻറ്റ് വേവ്സ് ഓഫ് ഫെമിനിസം പറയണം. ഫസ്റ്റ് വേവ്, സെക്കൻഡ് വേവ്, തേർഡ് വേവ്, ഫോർത്ത് വേവ്. ഫസ്റ്റ് വേവ് എന്ന് വെച്ചാൽ നമ്മൾ ലീഗൽ റൈറ്റ്സിന് വേണ്ടി അല്ലെങ്കിൽ വോട്ടിംഗ് റൈറ്റ്സിന് വേണ്ടിയായിരുന്നു. സെക്കൻഡ് വേവ് ഈക്വാളിറ്റിക്ക് വേണ്ടി റീപ്രൊഡക്റ്റീവ് റൈറ്റ്സിന് വേണ്ടിയായിരുന്നു. തേർഡ് വേവ് എന്ന് പറഞ്ഞാൽ ഇന്റർസെക്ഷനാലിറ്റി അതൊക്കെ വെച്ചിട്ട്. ഫോർത്ത് വേവ് എന്ന് പറയുന്നത് ഡിജിറ്റൽ ആക്ടിവിസം, നമ്മളിപ്പോൾ കാണുന്ന സെക്ഷൽ ഹാരസ്മെൻറ്റ്, #MeToo ഒക്കെ ഈ ഫോർത്ത് വേവിനകത്താണ് വരുന്നത്. ഇന്റർസെക്ഷനാലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫെമിനിസവും ബാക്കിയുള്ള ഏരിയാസും തമ്മിലൊരു കണക്ഷൻ. ഓക്കെ. പിന്നെ വരുന്ന ലിബറൽ ഫെമിനിസം എന്താണെന്ന് എഴുതുക. ലിബറൽ ഫെമിനിസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈക്വൽ ഓപ്പർച്യൂണിറ്റി, ലീഗൽ റിഫോമും കൊണ്ടുവരുന്നത്. റാഡിക്കൽ ഫെമിനിസം എന്ന് പറയുന്നത് പേട്രിയാർക്കിയെ ഒരു സ്ട്രക്ചറൽ ആയിട്ടുള്ള രീതിയിൽ അനലൈസ് ചെയ്യുന്നു. സോഷ്യലിസ്റ്റ് അല്ലെങ്കിൽ മാർക്സിസ്റ്റ് ഫെമിനിസം എന്ന് പറയുന്നത് ജെൻഡർ ഒപ്രഷനും ക്ലാസും ക്യാപിറ്റലിസവും ആയിട്ട് കണക്ട് ചെയ്യുന്നു പറയുന്നു. ഒരുപാട് ടൈപ്സ് ഓഫ് ഫെമിനിസം ഉണ്ട്. അപ്പം പിന്നെ നമ്മൾ ഇന്റർസെക്ഷനാലിറ്റി നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, തേർഡ് വേവിനകത്ത് ഇന്റർസെക്ഷണൽ ഫെമിനിസം ആയിരുന്നു. ഇന്റർസെക്ഷണൽ ഫെമിനിസം എന്ന് വെച്ചാൽ ഫെമിനിസത്തിനെ ബ്ലാക്ക് ഫെമിനിസമായിട്ടും, ബ്ലാക്ക് ഫെമിനിസം എന്ന് പറയുമ്പോൾ എന്താണ് ബ്ലാക്ക് കമ്മ്യൂണിറ്റിയിലുള്ള പെട്ട സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കുന്ന ഫെമിനിസം. പിന്നെന്താണ് റേസ്, ക്ലാസ്, കാസ്റ്റ്, സെക്ഷുവാലിറ്റി വെച്ചിട്ട് സംസാരിക്കുന്നു. പിന്നെ ഇതുമായിട്ടുള്ള ബന്ധമാണ് ഇന്റർസെക്ഷനാലിറ്റി ഫെമിനിസത്തിന്. ഫെമിനിസവും റേസും ക്ലാസും കാസ്റ്റും സെക്ഷുവാലിറ്റി നമ്മളുടെ ബന്ധമാണ് എന്താണെന്നുള്ളത് നോക്കുന്നതാണ് ഇന്റർസെക്ഷണൽ ഫെമിനിസം എന്ന് പറയുന്നത്. പിന്നെ പോസ്റ്റ് കൊളോണിയൽ ഫെമിനിസം ഉണ്ട്. അതായത് വെസ്റ്റേൺ ഫെമിനിസ്റ്റ് ആ ഒരു തിയറി എന്താണ് എന്നുള്ളത് പഠിക്കുന്നതാണ് പോസ്റ്റ് കൊളോണിയൽ ഫെമിനിസം എന്ന് പറയുന്നത്. അതായത് കൊളോണിയലിസം ക്രിയേറ്റ് ചെയ്ത പിന്നെന്താ പറയുക ഈ സ്റ്റീരിയോടിപ്പിക്കൽ ആയിട്ടുള്ള നോഷൻസ് എന്തൊക്കെയാണെന്നുള്ളതാണ് ഇത് പഠിക്കുന്നത്, അല്ലെങ്കിൽ അത് ചലഞ്ച് ചെയ്യുന്നത്. പിന്നെ എലൈൻ ഷോവോൾട്ടറിനെ നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു കാര്യം എഴുതുക. കമലാദാസിനെ കുറിച്ചൊക്കെ എഴുതുക. പിന്നെ ബോഡി ആൻഡ് റീപ്രൊഡക്റ്റീവ് റൈറ്റ്സിനെ കുറിച്ചും ഫെമിനിസ്റ്റുകൾ പഠിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ എഴുതിയിട്ടുണ്ട്. പിന്നെ അബോഷനെ കുറിച്ച്, കോൺട്രാസെപ്ഷനെ കുറിച്ചൊക്കെ ഡിബേറ്റ്സ് നടന്നുകൊണ്ടിരിക്കുവാണ്. അബോഷനൊക്കെ ലീഗലാക്കണമെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുവാണ്. ഈക്വൽ പേ, റെക്കഗ്നീഷൻ ഓഫ് ലേബർ, മെറ്റേണിറ്റി പ്രൊട്ടക്ഷൻ അതൊക്കെ വേണമെന്ന് പറയുന്നു. ഡിവിഷൻ ഓഫ് ലേബറിനകത്ത് ജെൻഡർ ഡിവിഷൻ ഓഫ് ലേബറിനെയൊക്കെ ചലഞ്ച് ചെയ്യുന്നുണ്ട് ഇവർ. പിന്നെ അതുപോലെ തന്നെ ആ
എന്താണ് ഈ ഈക്വൽ വേജസ് വേണം എന്നുള്ളത്. പിന്നെ ഡൊമസ്റ്റിക് വയലൻസ്, സെക്ഷൽ അസോൾട്ട്, സെക്സ് ട്രാഫിക്കിംഗ് അതൊക്കെ ഉണ്ടല്ലോ, അതിനെല്ലാം എന്താണ് ഒരു ലോ കൊണ്ടുവരണം എന്ന്. പിന്നെ കണ്ടംപററി ഫെമിനിസം കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന LGBTQ+ റൈറ്റ്സ്, അവർ ഫേസ് ചെയ്യുന്ന അതിനകത്തുള്ള ആളുകൾ, സ്ത്രീകൾ ഫേസ് ചെയ്യുന്ന എന്തൊക്കെ പ്രശ്നങ്ങളാണെന്നുള്ളത്. പിന്നെന്താണ് ഈ സ്റ്റീരിയോടിപ്പിക്കൽ ആയിട്ടുള്ള റോളുകൾ ഫിലിമിലാണെങ്കിലും പൊളിറ്റിക്സിലാണെന്നുണ്ടെങ്കിലും അതിനെതിരെ. അതുപോലെ തന്നെ എന്താ പറയുക, അതായത് സ്ത്രീകളുടെ എക്സ്പീരിയൻസിനെ ജനറലൈസ് ചെയ്തിട്ടല്ല, അല്ലാതെ ഇൻ്റർസെക്ഷണൽ ആയിട്ടുള്ള രീതിയിലാണ് ഇതിനെ പ്രൊമോട്ട് ചെയ്യുന്നത് കേട്ടോ. ആ ഡിഫറൻസ് എന്താണെന്ന് മനസ്സിലാക്കിയാണ് ഇവർ ചെയ്യുന്നത്. അല്ലാതെ എന്താ പറയുക, ആസ് എ ഹോൾ അല്ലെങ്കിൽ ഒരു സിംഗിൾ വിമൺ എക്സ്പീരിയൻസിനല്ല അവർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്.